മിനിഞ്ഞാന്ന് വന്ന പേപ്പറിന്റെ അടിസ്ഥാനമായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളൊരു ഇൻഷുറൻസോ മ്യൂച്വൽ ഫണ്ടോ ഷെയറോ എടുക്കുമ്പോൾ ഓൺലൈൻ വളരെ എളുപ്പമാണ്. അതാണോ അല്ലെങ്കിൽ ഒരു ഏജന്റ് ത്രൂ ആണോ എടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പുള്ള പേപ്പറിൽ കണ്ടു. ഇന്ത്യ ഗവൺമെന്റ് കയ്യിൽ 1,84,000 കോടി രൂപ അൺക്ലെയിംഡ് എമൗണ്ട് ആയി കിടക്കും. 1,84,000 കോടി രൂപയാണ്, ചെറിയ എമൗണ്ട് അല്ല. അതിൽ 70,000 കോടി രൂപ ബാങ്കിൽ കിടക്കുക, മെച്ചൂരിറ്റി ആയതും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ട് അങ്ങനെ കിടക്കുക. പിന്നെ 1,14,000 കോടി രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ ആരും ക്ലെയിം ചെയ്യാൻ കിടക്കുക, മെച്ചൂരിറ്റി എമൗണ്ട് ആയിട്ടും ഡെത്ത് ക്ലെയിം ആയിട്ട് കിടക്കുക. 3,000 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുക. പിന്നെ ഡിവിഡൻഡ് ഷെയർ എടുത്ത ഡിവിഡൻഡ് 9,000 crore. അതുപോലെ തന്നെ ഷെയർ മാർക്കിൽ 19,000 കോടി രൂപ. ഇത് നമ്മൾ കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൽ മനസ്സിലാവുന്നത് ഈ അൺക്ലെയിം എല്ലാ കേസുകളും ഭൂരിപക്ഷവും കിടക്കുന്നത് ഓൺലൈനിൽ വാങ്ങിയ കേസുകളിലാണ്. മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, ഷെയർ ആവട്ടെ. കാരണം ഞാൻ ഇതെടുത്ത് നിർഭാഗ്യവശാൽ എടുക്കുന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ പിന്നീട് ഇതിനെപ്പറ്റി ആരും കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ അറിയണമെന്നില്ല. കാരണം ഇപ്പോൾ ഓൺലൈൻ ആവുമ്പോൾ അത് അധികം ഡിമാൻഡ് ചെയ്തായിരിക്കും. പോളിസി ഡോക്യുമെന്റ് ഒന്നും വീട്ടിലേക്ക് വരില്ല. രണ്ടാമത് ഇതിന്റെ എല്ലാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മെയിലിലൂടെയാണ്. മെയിലിന്റെ പാസ്വേഡ് കാര്യങ്ങളൊന്നും മരണപ്പെട്ട ആൾക്കാരുടെ കുടുംബക്കാർ ഉണ്ടാവണമെന്നില്ല. പിന്നെ അങ്ങോട്ട് ഇതിനെപ്പറ്റി ആരും ശ്രദ്ധയോ എന്തോന്നും അറിയാം, എവിടെയാന്ന് തപ്പിപ്പിടിക്കാൻ ഒരു രേഖകളും ഉണ്ടാവില്ല. എല്ലാ കേസും ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിപക്ഷം ഇങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭൂരിപക്ഷം കേസുകളും ഇതുപോലൊരു കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇൻഷുറൻസോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഷെയറോ എടുക്കുമ്പോൾ നിങ്ങളൊരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ ആ ഏജന്റ് നിരന്തരമായി നിങ്ങളെ ബന്ധപ്പെടും. പുതിയതെടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ സർവീസിന്റെ ഭാഗമായിട്ടോ വല്ലപ്പോഴും ഫോണിലോ വാട്സപ്പിലോ നിങ്ങളെ ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെടാതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹം സർവീസിന്റെ ഭാഗമായി ഓടി വരികയും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യും. അധികം പേര് ഓൺലൈൻ എടുക്കുന്നത് ഒരു പക്ഷേ എളുപ്പത്തിനാവാം, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്മീഷനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് വളരെ തുച്ഛമായ തുക ഒഴിവാക്കാനോ ആവാം. പക്ഷെ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ്. അല്ലെങ്കിൽ ആ മരിച്ച ആളുടെ സ്വപ്നം അത് എന്തിനു വേണ്ടി പ്ലാൻ ചെയ്ത് ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയില്ല, അത് തീർത്തും ഒന്നും നടക്കാത്ത രീതിയിലാണ് ഭൂരിപക്ഷവും കാണുന്നത്. ഇതിന് ഗവൺമെന്റ് നടപടി എടുത്തു കഴിഞ്ഞു. പക്ഷെ എത്രമാത്രം ഇത് ആൾക്കാരെ കണ്ടെത്തണം, റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ തെളിയിക്കണമെങ്കിൽ കൂടുതൽ ഡോക്യുമെന്റേഷനും കൂടുതൽ എഫേർട്ടും ആവശ്യമാണ്. അപ്പൊ എന്റെ ചെറിയ അഭിപ്രായം, ഏത് കേസും ആവട്ടെ അതിലൊരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ബ്രോക്കറിനോ ഏജന്റിനോ ഡിസ്ട്രിബ്യൂട്ടറിനോ വിളിക്കുക ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കേസ് നിങ്ങളുടെ കുടുംബത്തിന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടോ ഇൻഷുറൻസോ ആർക്കും ഇല്ലാതെ അത് നഷ്ടപ്പെടില്ല. ഇതിന്റെ എളിയ അഭിപ്രായമാണ്. അതെല്ലാം ഡയറക്റ്റ് എടുക്കണം അല്ലെങ്കിൽ നേരിട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് തീർച്ചയായും അങ്ങനെ എടുക്കാനുള്ള സൗകര്യം ഇന്ത്യയിലുണ്ട്. ഇങ്ങനത്തെ കൂടുതൽ ഫിനാൻഷ്യൽ ടിപ്പ് അറിയാൻ എന്നെ ഫോളോ ചെയ്യുക. എന്റെ പേര് അലക്സിയോസ് കുര്യൻ. താങ്ക് യു.